വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരുന്ന വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാത്തവർ ആ വീഡിയോസ് പോയി കാണാം. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു ചെറിയ മോഡൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോസും കൂടെ ചെയ്യേണ്ട, വീഡിയോ ലോങ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്കും ബോറായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വലുതാണിത്, അതിൻ്റെ ചെറുതാണിത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു കൂടുതൽ കുറച്ചുകൂടെ എന്താ പറയുക, മോഡൽ കൂടിയിട്ട് കുറച്ചുകൂടെ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒരു ഹെയർ ക്ലിപ്പ് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. സെൻറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്, ഇതിൽ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അതിൻ്റെ ചെറുത്. അപ്പോൾ ഇതിൽ ചെറിയൊരു വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എൻഡ് ബീഡ്സ് കണ്ടല്ലോ, ഗോൾഡൻ കളർ എൻഡ് ബീഡ്സും വൈറ്റ് ബീഡ്സാണുള്ളത്. കൂടാതെ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഷുഗർ ബീഡ്സ് ഒരുപാടൊന്നും വേണ്ട, 3-4 മതി. അപ്പോൾ അതും കൂടെ ആവശ്യത്തിന് വേണം കേട്ടോ. പിന്നെ ഞാൻ ഫിഷിംഗ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫിഷിംഗ് ത്രെഡിൽ ചെറിയ ഫിഷിംഗ് ത്രെഡാണ്. ആ ഫിഷിംഗ് ത്രെഡിൽ ഒരു 10 ബീഡ്സ് കോർത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഏത് വീഡിയോ എന്ത് മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരുപാട് വ്യത്യസ്തമാർന്ന മോഡലുകൾ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ കുറേ ഐഡിയാസും കൂടെ ഷെയർ ചെയ്യാറുണ്ട്. ഏത് വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. എപ്പോഴും അതിൻ്റെ കുറേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ മോഡലുകൾ എങ്ങനെ ചെയ്യാം എന്നും കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു മോഡലല്ല, അല്ലാതെ അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും എന്നും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. തുടക്കക്കാർക്ക് അതൊരുപാട് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോവാതെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ കണ്ടല്ലോ, 10 ബീഡ് കോർത്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഗോൾഡൻ ബീഡിൻ്റെ എൻഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഷുഗർ ബീഡാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കോർത്തിരിക്കുന്നത്, ഈ ഷുഗർ ബീഡ് ഇവിടെ എങ്ങനെ വെച്ചിരിക്കുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനത്തെ 3 അല്ലെങ്കിൽ 5 ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വയ്ക്കുക. 3, 5 ഒറ്റ സംഖ്യയായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഈ ഫിഷിംഗ് ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ ഇവിടെ വെട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡ് ഉണ്ടല്ലോ, ഇതെങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്തതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മളിത് കോർത്തിരിക്കുന്നത് 10 ബീഡ് വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ 3 ഹാങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീടുള്ളത് 7 കേട്ടോ കോർത്തിരിക്കുന്നത്. ഈ സെൻറ്ററിൽ ഇത് ലെങ്ത്തിൽ 10 വരും. പിന്നീട് ഇവിടെ 7 അപ്പോൾ ഇത് ലെങ്ത്ത് കുറവും സെൻറ്ററിലുള്ളത് ലെങ്ത്ത് കൂടുതലും, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 7 ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഗോൾഡൻ എൻഡ് ബീഡ് ഉണ്ടല്ലോ, അത് കോർത്തെടുക്കാം. അത് കോർത്തെടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ് എടുക്കുക. ഷുഗർ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷുഗർ ബീഡ് കണ്ടല്ലോ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡൻ കളർ ബീഡ് ഉണ്ടല്ലോ, എൻഡ് ബീഡ്, ഈ എൻഡ് ഭാഗം ഈ ഫിഷിംഗ് ത്രെഡ് കാണുന്നുണ്ടോ, വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു പക്ഷേ കാണുന്ന കുറവായിരിക്കും. ഷുഗർ ബീഡ് കോർത്തു. എന്നിട്ട് ഈ എൻഡ് ഫിഷിംഗ് ത്രെഡ് ഉണ്ടല്ലോ, അത് ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിഷിംഗ് ത്രെഡിൽ നമ്മൾ ലാസ്റ്റ് ഷുഗർ ബീഡ് കോർത്തെടുത്തു. ബാക്കി വരുന്ന ഫിഷിംഗ് ത്രെഡ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, അതെടുത്തിട്ട് ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവരിക. കണ്ടല്ലോ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്കിത് ഇവിടെ വെച്ച് കെട്ടിക്കൊടുക്കാം കേട്ടോ. കെട്ടിക്കൊടുക്കുമ്പോൾ ആ കെട്ട് അവിടെ കാണില്ല. ഈ ബീഡ് വെച്ചിട്ട് അത് കവർ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ത്രെഡ് കട്ട് ചെയ്തല്ലോ, ആ ത്രെഡ് ഈ വൈറ്റ് ബീഡ് കാണുന്നുണ്ടല്ലോ, ഈ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ വന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ടൈറ്റ് ആവാത്തതുകൊണ്ടാട്ടോ അതങ്ങനെ കാണുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫിഷിംഗ് ത്രെഡാണ്, അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഫിഷിംഗ് ത്രെഡ് പെട്ടെന്ന് ഇങ്ങോട്ട് അഴിഞ്ഞു പോരാതിരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ ഇത് രണ്ടും കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഈ ഒരു വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, 3 ഇതും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഒന്നിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അത് അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, ഇനി നമുക്ക് ഇത് കെട്ടിക്കൊടുക്കാം. 3 കൂടെ ഒരുമിച്ചും കെട്ടിക്കൊടുക്കാം കേട്ടോ.
ലെങ്ത്ത് വ്യത്യാസത്തിനനുസരിച്ച് നിങ്ങളത് ഒന്ന് ഓർഡർ ചെയ്യേണ്ടി കണ്ടോ, ഇതൊന്ന് ലെങ്ത്ത് വ്യത്യാസമുണ്ട് കണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കണ്ടല്ലോ, നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ത്രെഡുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഫിനിഷിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. ദെൻ ആ ഒരു സെൻറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് എൻ്റെ കൈ വിറയ്ക്കുന്നത് ഒരു ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം അത് എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ടാട്ടോ ആ ഒരു വിറയൽ, മെഡിസിൻ്റെ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ നിങ്ങളും ചെയ്ത് കൊടുക്കുക. നല്ല മനോഹരമായിട്ടില്ലേ? ബ്ലൂവിൽ വൈറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ മറ്റൊരു ബീഡ്സിൻ്റെ തന്നെ ഒരു ഫ്ലവർ ചെയ്തിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ. ബീഡ്സോ അല്ലെങ്കിൽ ലേസ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഹാങ്ങിങ് കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാം. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സെൻട്രൽ ക്ലിപ്പിലാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മനോഹരമായ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ക്ലിപ്പുകളും അലിഗേറ്ററിലും ഒക്കെ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങളും സെയിൽ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം.